അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ അവതീർണമായ ഈ ഒരു മാസത്തിൽ വിശുദ്ധ ഖുർആനിന്റെ അവതരണം ആരംഭിച്ച ഈ ഒരു വിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ ഇൻഷാ അല്ലാഹ് വരുന്ന 21 ദിവസം വിശുദ്ധ ഖുർആനിന്റെ ആശയപ്രപഞ്ചത്തിലൂടെ, വിശുദ്ധ ഖുർആനിന്റെ ആഴക്കടലിലൂടെ, അതിന്റെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഖുർആൻ ആൻഡ് മോഡേൺ സയൻസ് എന്ന വിഷയത്തിലൂടെ അതിൽ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു മീറ്റിലൂടെ സംവദിക്കാൻ, സംസാരിക്കാൻ, ചർച്ച ചെയ്യാൻ, പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഈ ഒരു മീറ്റിംഗിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പഠന സെഷനിലേക്ക് കടന്നു വന്ന, പ്രവേശിച്ച നിങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. വാം വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൽ നിന്നുള്ള സമാധാനവും രക്ഷയും നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആയിരത്തി 400 വർഷങ്ങൾക്ക് അപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഹിറാ ഗുഹയിൽ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം ആദ്യമായി കേൾക്കുകയും അതിനുശേഷം 23 വർഷക്കാലം കൊണ്ട് വിശുദ്ധ ഖുർആൻ 6236 ആയത്തുകളാണ് ടോട്ടൽ മുഴുവനായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചിട്ടുള്ളത്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതീർണമായിട്ടുള്ളത്. 23 വർഷക്കാലം കൊണ്ട് 6236 ആയത്തുകൾ. ആ 6236 ആയത്തുകളിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളെല്ലാവരും പഠിക്കാൻ ആഗ്രഹിക്കുന്ന, മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മൾ ചർച്ച ചെയ്യാൻ ആരംഭിക്കുകയാണ്. ഇത് സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു തസ്കിയത്ത് ക്ലാസ്സോ, സാധാരണ നമ്മൾ കേൾക്കുന്ന മറ്റുള്ള നസീഹത്തായിട്ടുള്ള ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ നമ്മളാരും ഉൾപ്പെടുത്തുന്നില്ല. മറിച്ച് ഒരു തുടർ പഠനത്തിനും കാര്യങ്ങൾക്കും വേണ്ടി, നിങ്ങളുടെ ചർച്ചയ്ക്കും നിങ്ങളുടെ പുതിയ പഠനത്തിനും വേണ്ടി ഈ വിഷയം നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ സമർപ്പിക്കുകയാണ്, അവതരിപ്പിക്കപ്പെടുകയാണ് ഇൻഷാ അല്ലാഹ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ ഒരു മീറ്റിംഗിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പഠന സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ടു ഖുർആൻ ആൻഡ് മോഡേൺ സയൻസ്. ആധുനിക ശാസ്ത്രം നമുക്കറിയാം 19ാം നൂറ്റാണ്ടിൻ്റെയും 20ാം നൂറ്റാണ്ടിൻ്റെയും തുടക്കത്തിൽ കടന്നു വന്ന വെറും ശാസ്ത്ര ശാഖ മാത്രമാണ് ആധുനിക ശാസ്ത്രം. വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് ആധുനിക ശാസ്ത്രം ശരിവെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ഖുർആൻ ആൻഡ് മോഡേൺ സയൻസ്, ഖുർആനും ആധുനിക ശാസ്ത്രവും എന്ന ആ ഒരു വിഷയത്തിലേക്കുള്ള ഒരു ആമുഖം മാത്രമാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തുറന്നു വരുന്ന 20 ദിവസങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ ഒരു മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ടു ഖുർആൻ ആൻഡ് മോഡേൺ സയൻസ്. അതിൽ വിശുദ്ധ ഖുർആനിൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ള, സുപരിചിതമായിട്ടുള്ള ആയത്താണ് സൂറത്തു ഗാശിയ. വിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട, നമ്മളെല്ലാവരും ഓതിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും തിലാവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരായത്ത്. വിശുദ്ധ ഖുർആൻ 88ാം അധ്യായം സൂറത്തു ഗാശിയയിലെ 17ാമത്തെ ആയത്ത്. നിങ്ങൾ ആ അണ്ടർലൈൻ ചെയ്ത ആ ഗ്രീൻ ആയത്തൊന്ന് ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും ഓതുന്നതാണ്, പാരായണം ചെയ്യുന്നതാണ്.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفلا ينظرون إلى الإبل كيف خلقت. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആയത്താണ്. ആ ആയത്തിന്റെ അർത്ഥം വരുന്നത് അഫല യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, എന്നാൽ അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ഒട്ടകത്തിന്റെ ഈ ഒരു സൃഷ്ടി, അല്ലെങ്കിൽ ഒട്ടകത്തിനെ എങ്ങനെ സൃഷ്ടിച്ചു എന്ന ആ കാര്യം വിശുദ്ധ ഖുർആൻ വിശാലമായി ചിന്തിക്കുമ്പോൾ, 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ എത്തി നിൽക്കുമ്പോൾ അത് ഒരൊട്ടകത്തിലേക്ക് മാത്രമുള്ള, അല്ലെങ്കിൽ അഫല യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ചോദ്യം, അത് വിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധ ഖുർആനിന്റെ സുവോളജിയിലേക്കുള്ള അഥവാ ജന്തുശാസ്ത്രത്തിലേക്കുള്ള ദ സ്റ്റഡി ഓഫ് ആനിമൽസിലേക്കുള്ള ഒരു സൂചനയാണ്. അല്ലെങ്കിൽ ജന്തുക്കളെ പറ്റി നിങ്ങൾ പഠിക്കുന്നില്ലേ, അവരിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, നിങ്ങളുടെ ചുറ്റും എത്രത്തോളം ജന്തുക്കളെ അല്ലെങ്കിൽ മൃഗങ്ങളെ നാം സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുണ്ട്, അവയെ പറ്റിയൊന്നും പഠിക്കുന്നില്ലേ എന്ന ചോദ്യമാണ് ഒരു ഇബിൽ എന്ന ആ ഒരു വിഷയത്തിലൂടെ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഇട്ടു തന്നിട്ടുള്ളത്. അപ്പോൾ സുവോളജി എന്ന പിന്നീട് വളർന്ന് വലുതായി പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു ശാസ്ത്രശാഖ, അത് വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചതാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങൾ ഈ മൃഗങ്ങളിലേക്ക് നോക്കുന്നില്ലേ എന്ന ആ ചോദ്യം സുവോളജിയിലേക്കുള്ള ദ സ്റ്റഡി ഓഫ് ആനിമൽസിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായി ഇതിനെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്ര പണ്ഡിതന്മാര് പറയുന്നുണ്ട്. നമ്മൾ അടുത്തൊരു ആയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഈ വിശുദ്ധ ഖുർആനിലെ 88-ാം അധ്യായം സൂറത്തുൽ ഗാശിയയിലെ 19-ാമത്തെ ആയത്താണ് വ ഇലൽ ജിബാലി കൈഫ നുസിബത്ത് എന്ന ആയത്ത്. വ ഇലൽ ജിബാലി കൈഫ നുസിബത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് വരുന്നത്: പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ അവ എങ്ങനെ നാട്ടി വെക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഇപ്പോൾ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലൂടെ, അല്ലെങ്കിൽ കേരളത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലൂടെ, നമ്മുടെ നാട്ടിന്റെ വ്യത്യസ്തമായ പ്രദേശങ്ങളിലൂടെ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് ധാരാളം പർവ്വതങ്ങളെ അല്ലെങ്കിൽ മലകളെയൊക്കെ. അപ്പോൾ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ അവ ഇലൽ ജിബാലി കൈഫ നുസിബത്ത്, എങ്ങനെയാണ് അവ നാട്ടി വെക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നോക്കുന്നില്ലേ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്. നമ്മളോട് മാത്രമല്ല, മനുഷ്യരാശിയോട് അടങ്കം. അതിന്റെ വിശുദ്ധ ഖുർആന്റെ ആ ചോദ്യം ഓറോഗ്രഫിയിലേക്കുള്ള, പർവ്വത ശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്ന പർവ്വത ശാസ്ത്ര ശാഖയിലേക്കുള്ള 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ ആയത്ത് 19-ാം നൂറ്റാണ്ടിന്റെയും 20-ാം നൂറ്റാണ്ടിന്റെയും തുടക്ക കാലഘട്ടത്തിൽ ഓറോഗ്രഫി എന്ന പർവ്വത ശാസ്ത്രം എന്ന ആ ഒരു വലിയ ശാസ്ത്ര ശാഖയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഓറോഗ്രഫി എന്ന ആ ഒരു വിശാലമായ വിഷയത്തിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഈ ആയത്ത്. സൂറത്തുൽ ഗാശിയയിലെ 88-ാമത്തെ അധ്യായത്തിലെ സൂറത്തിലെ 19-ാമത്തെ ആയത്ത് ചെയ്യുന്നത്. വ്യത്യസ്തമായിട്ടുള്ള പർവ്വത നിരകൾ നമുക്ക് ചുറ്റും കാണാം. അവ നോക്കുന്നില്ലേ, കണ്ണു തുറക്കുന്നില്ലേ എന്ന ചോദ്യം തീർച്ചയായും ഓറോഗ്രഫി എന്ന പർവ്വത ശാസ്ത്ര ശാഖയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ബുദ്ധിയെയും ഓർമ്മയെയും ചിന്തയെയും ക്ഷണിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിലെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 51-ാമത്തെ സൂറത്തായിട്ട് വരുന്ന സൂറത്തു ദാരിയാത്തിലെ 47-ാമത്തെ ആയത്ത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ആയത്ത് തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. ആകാശമാവട്ടെ നാം അതിനെ ശക്തിയും വൈദഗ്ധ്യവുമാവുന്ന കരങ്ങളാൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നാം വിപുലമായ കഴിവുള്ളവൻ തന്നെയാണ്. ഇവിടെ വസ്സമാഅ ബനൈനാഹ, ആകാശത്തെ അള്ളാഹു സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ആകാശ ലോകങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു. ബി ഐദിൻ വ ഇന്നാ ലമൂസിഊൻ, അള്ളാഹു അതിനെ വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ആ ഒരു ആയത്ത്, അല്ലെങ്കിൽ ആ ഒരു വാക്യം, ലമൂസിഊൻ എന്ന ആ ഒരു വാക്യം തീർച്ചയായും കോസ്മോളജിയിലേക്ക്, പ്രപഞ്ച ശാസ്ത്രത്തിലേക്ക് ഇന്ന് 20-ാം നൂറ്റാണ്ടിന്റെ 19-ാം നൂറ്റാണ്ടിന്റെയും 20-ാം നൂറ്റാണ്ടിന്റെയും തുടക്കത്തിൽ കടന്നു വന്ന ഈ കോസ്മോളജി എന്ന ശാസ്ത്രശാഖ
വിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്തിലേക്ക് ലമൂസിഊൻ എന്ന ആ വിശാലമായ അർത്ഥതലങ്ങളൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു സെഷനിൽ കൂടെ തന്നെ ചർച്ച ചെയ്യും. അപ്പോൾ കോസ്മോളജിയിലേക്കാണ് ഈ 51 സൂറത്തിലെ സൂറത്ത് ദാരിയാത്തിലെ 47 ആയത്ത് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. അതും കഴിഞ്ഞ് നമ്മൾ സൂറത്ത് ഹജ്ജിലേക്ക് വരികയാണെങ്കിൽ സൂറത്ത് ഹജ്ജ് വിശുദ്ധ ഖുർആനിലെ 22 അധ്യായം, സൂറത്ത് ഹജ്ജിലെ 18 ആയത്ത് ധാരാളം കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി, പിന്നെ അങ്ങോട്ടേക്ക് വരുന്നത് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു വകസീറും മിനൻ നാസ്. ആ ആയത്തുകളിൽ വരുന്ന സൂറത്ത് ഹജ്ജിലെ ഈ 18 അധ്യായത്തിലെ ആ ഒരു കാര്യം, ആ ഒരു 2 ലൈൻസ് നമ്മൾ ഓതിയ വൽ ഖമറ മുതലുള്ള മൻഫിസ് സമാവാതി വമൻഫിൽ അർളി വശംസു വൽ ഖമറു വന്നുജൂം വൽ ജിബാലു വശജറു വദ്ദവാബു വകസീർ, അവിടം വരെ വരുന്ന ആ ആയത്തുകൾ നീ കണ്ടില്ല, നിശ്ചയമായും അള്ളാഹു ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്ന് തുടങ്ങി പർവ്വതങ്ങളും വൃക്ഷങ്ങളും ജീവജാലങ്ങളും മനുഷ്യരിൽ നിന്ന് വളരെ ആളുകളും അവന് സുജൂദ് ചെയ്തു വരുന്ന വസ്തു വളരെ ആളുകളായിട്ട് അവരുടെ മേൽ ശിക്ഷ സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ആകാശങ്ങൾ, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്ന് തുടങ്ങി പർവ്വതങ്ങൾ, വൃക്ഷങ്ങൾ, ജീവജാലങ്ങൾ, ധാരാളം നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് മൂലം ഈ ആയത്തിനെ കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ആയത്ത് ആസ്ട്രോജിയോളജിയിലേക്ക് അഥവാ ചന്ദ്രാദിഗോളങ്ങളെ കുറിച്ചുള്ള പഠനത്തിലേക്ക് വിശുദ്ധ ഖുർആൻ ശ്രദ്ധ ക്ഷണിക്കുന്നു എന്നതാണ്. ആസ്ട്രോളജി നമുക്കറിയാം, അത് ചന്ദ്രനെ കുറിച്ചും ഗോളങ്ങളെ കുറിച്ചും പഠിക്കുന്ന വലിയ ശാസ്ത്രശാഖയായി ഇന്ന് വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് നോക്കുമ്പോൾ, ഇന്ന് വളർന്നു വന്ന എല്ലാ ശാസ്ത്രശാഖകളുടെയും ബേസ് നോക്കുമ്പോൾ തീർച്ചയായും അത് മടങ്ങുന്നത് വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിലേക്കായി മടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അടുത്തൊരു ഇതിലേക്ക് വരികയാണെങ്കിൽ സൂര്യനെയും ചന്ദ്രനെയും ചന്ദ്രഗോളങ്ങളൊക്കെ പറ്റിയൊക്കെ നമ്മൾ സ്കൂളിലും ഒക്കെ പഠിക്കുന്നതാണ്. ഇവിടെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ 24 സൂറത്താണ് സൂറത്തുൻ നൂർ. അതിലെ 40 ആയത്ത് മറ്റൊരു ശാസ്ത്രശാഖയിലേക്ക്, അത് ഔകളുലുമാതിൻ ഫീ ബഹരിൽ ലുജ്ജിയ്യിൻ യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജ് മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി സഹാബ് ظلمات بعضها فوق بعض إذا أخرج يده لم يكد يراها എന്ന് തുടങ്ങിയ ഈ ആയത്ത് സൂറത്തുൻ നൂറിലെ ഈ ആയത്ത്, അതിന്റെ അർത്ഥം നമുക്കറിയാം. ഒരു ഉദാഹരണം പറയാണ്, സമുദ്രത്തിലെ ആഴമേറിയ സമുദ്രത്തിലെ അന്ധകാരങ്ങളെ പോലെയാവുന്നു, അതിനെ ആ സമുദ്രത്തിന്റെ തിരമാല മൂടിക്കൊണ്ടിരിക്കുന്നു, അതിന് മീതെയും തിരമാലയുണ്ട്, അതിന് മീതെ കറമയൊക്കെയുണ്ട്, ഒന്നിനു മീതെ ഒന്നായിക്കൊണ്ടുള്ള അന്ധകാരങ്ങളുണ്ട്. തന്റെ കൈ പുറത്തു കാട്ടിയാൽ അവനത് കാണില്ല, അള്ളാഹു പ്രകാശം ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ലേ അവന് അതൊരു പ്രകാശമില്ല. ഇതൊരു സത്യനിഷേധികളെ കുറിച്ച് പറഞ്ഞൊരു ഉപമയാണ്. ഇതിൽ ഈ സമുദ്രത്തിനെ പറ്റി പറഞ്ഞ, തിരമാലകളെ പറ്റി പറഞ്ഞ, തിരമാലകൾ മൂടിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ പറ്റി പറഞ്ഞ, ആ ഒരു തിരമാല വരുമ്പോൾ അതിന് മുകളിൽ മറ്റൊരു തിരമാലയുണ്ട്, അതിന് ഇങ്ങനെ കർമ്മയൊക്കെ ഉണ്ട്, കടലിലെ പ്രതിഭാസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇത് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് നമ്മൾ ഈ പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ, ആധുനിക ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഓഷ്യാനോഗ്രഫിയുമായി അഥവാ സമുദ്ര ശാസ്ത്ര ശാഖ എന്ന വലിയൊരു ശാസ്ത്ര ശാഖയായി ഇന്ന് വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ആഴക്കടലിലൂടെ മുങ്ങി തപ്പുന്ന, അതിനെപ്പറ്റി പഠിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഓഷ്യാനോഗ്രഫി ആസ് എ കരിയർ, വലിയൊരു കരിയറും കൂടിയാണ് എന്ത് സമുദ്ര ശാസ്ത്രത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സമുദ്രശാസ്ത്രകർ എന്നത് വലിയൊരു കരിയർ കൂടിയായി ഇന്നത്തെ ഈ 2025 മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഓഷ്യാനോഗ്രാഫർ ആവാം എന്നതിനെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ 24 അധ്യായം സൂറത്ത് നൂറിലെ ഈ ആയത്ത് സമുദ്രശാസ്ത്രത്തിലേക്ക് അല്ലെങ്കിൽ ഓഷ്യാനോഗ്രഫിയിലേക്ക് മാനവരാശിയുടെ ലോകത്തിലെ ഇപ്പോഴുള്ള 800-ലധികം കോടി വരുന്ന ജനങ്ങളുടെ ശ്രദ്ധ ഈ ഒരു വലിയ സമുദ്രശാസ്ത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. സോ ഓഷ്യാനോഗ്രഫി എക്സ്പ്ലോറിംഗ് ദ വണ്ടേഴ്സ് ഓഫ് കടലിലെ
സമുദ്രത്തിലെ ആഴക്കടലിലെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയായിട്ട് ഇന്നത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത 1, 2, 3, 4 ശാസ്ത്രശാഖകൾ ഖുർആനിലെ ഏത് ആയത്തിലേക്കാണ് റിട്ടേൺ ആവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം വരുന്നത്, നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് ക്ഷണിക്കുകയാണ്. സൂറത്ത് സുമറിലാണ് ആ ആയത്ത് വരുന്നത്. അത് ആയത്ത് നമുക്കിങ്ങനെ ഓതി നോക്കി അവസാനം ഞാൻ ആ റെഡ് ലൈൻ ഇട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാതിൻ സലാസ്. 3 അറകളിലായി, 3 ഇരുട്ടറകളിലായി അവൻ ഒരേ ഒരു ജീവനെ അദ്ദേഹത്തിന് സൃഷ്ടിച്ചു. പിന്നെ അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെ ഉണ്ടാക്കുകയും ചെയ്തു. കന്നുകാലിയിൽ നിന്ന് 8 തരം ഇണകളെയും നിങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചു. നിങ്ങളുടെ മാതാക്കളുടെ ഇവിടെ നിന്നോട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ വെച്ച് ഒരു രൂപത്തിലുള്ള സൃഷ്ടിക്ക് ശേഷം വേറെ രൂപത്തിലുള്ള ഒരു സൃഷ്ടിയായിക്കൊണ്ട് 3 അന്ധകാരങ്ങളിലായി നിങ്ങളെ അവൻ സൃഷ്ടിച്ചുണ്ടാക്കുന്നു. അപ്പൊ 3 അന്ധകാരങ്ങളിലായി നിങ്ങളെ അവൻ സൃഷ്ടിച്ചുണ്ടാക്കുന്നു. നമ്മളൊരു നമ്മുടെ പ്രായത്തില് നമ്മുടെ ഇതിലേക്ക് വന്നാൽ, നമ്മുടെ ആദ്യ ഉമ്മന്റെ വയറിലുള്ള ആ സമയത്തിലേക്ക് നമ്മളൊന്ന് നമ്മുടെ ഇത് ഓർമ്മയെ കൊണ്ടുവരാണെങ്കിൽ, ആ സമയത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ, നമ്മളൊന്നും നമ്മുടെ വയസ്സിന്റെ ഒരു വർഷം ഇവിടെ ഇല്ലായിരുന്നു, ഭൂമിയിൽ ഇല്ലായിരുന്നു, 0 ആയിരുന്നു, അല്ലെങ്കിൽ ശൂന്യമായിരുന്നു. ഇവിടെ നിന്നാണ് അള്ളാഹു നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചത്. സോ ഒരു സൃഷ്ടിയായിക്കൊണ്ട് 3 അന്ധകാരങ്ങളിലായി നിങ്ങൾ അവനെ സൃഷ്ടിച്ചുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ ഈ ഒരു കാര്യം, ഈ ഒരു ആയത്ത്, ഹൽഖിൻ ഫി ളുലുമാതിൻ സലാസ് എന്ന ഈ ആയത്ത്, ശാസ്ത്രം വികസിച്ചു, ലോകം വികസിച്ചു, ആളുകൾ പഠിക്കാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് എംബ്രിയോളജി എന്ന, ഭ്രൂണ വിജ്ഞാനീയം എന്ന, ദ സ്റ്റഡി ഓഫ് ഹൗ കുട്ടി എങ്ങനെ ഉണ്ടാവുന്നു എന്ന ആ പഠനത്തിലേക്ക്, ഒരു രക്തക്കട്ടയിൽ നിന്ന് ഒരു കുട്ടിയുടെ വളർച്ചയിലേക്ക് അതെങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെ പറ്റിയൊക്കെ അറിയുന്ന ശാസ്ത്രശാഖയാണ് എംബ്രിയോളജി എന്നുള്ളത്. ഈ എംബ്രിയോളജിയിലെ ഈ 3 ലെയർ, എപ്പിബ്ലാസ്റ്റ്, മെസോഡോം, എൻഡോഡോം, ഈ 3 തരം ഇരുട്ടറകൾക്കുള്ളിലാണ് മനുഷ്യൻ, അതായത് ഗർഭപാത്രത്തിനുള്ളിലുള്ള കുഞ്ഞെവിടെയാണോ കുഞ്ഞിന്റെ പുറമെ ഈ 3 തരത്തിലുള്ള അറകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പിന്നീടുള്ള പഠനങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഈ ഔഖൽ ഉലുമാതിൻ സലാസ്, 3 അന്ധകാരങ്ങൾ എന്ന് പറയുന്ന, ഞാൻ അണ്ടർലൈൻ ചെയ്ത ആയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാതിൻ സലാസ്, 3 അറകൾ. ആ 3 അറകളാണ് നമ്മൾ ഈ കാണുന്ന 3 അറകൾ. അപ്പൊ ഇത് വളരെ വിശദമായി തന്നെ നമ്മൾ ഡോക്ടർ ഇവിടെ ഒക്കെ വിശദീകരിക്കുന്ന സെഷൻസ് ഒക്കെ വരാനുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും, ഇത് നമ്മളിപ്പോ ചർച്ച ചെയ്ത ഈ ആയത്ത് എംബ്രിയോളജിയിലേക്കാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂർ ആയത്ത്, സൂറത്തു സുമറിലെ 5-ാമത്തെ ആയത്ത് എംബ്രിയോളജിയിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇനി വിശുദ്ധ ഖുർആനിലെ 88-ാം അധ്യായം സൂറത്തു ഗാശിയയിലെ 20-ാമത്തെ ആയത്തിലേക്ക് വരികയാണെങ്കിൽ, അത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ആയത്താണ്. വഇലൽ അർളി കൈഫ സുത്തിഹത്ത്, ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, ഭൂമിയിലേക്ക് എങ്ങനെ നോക്കുന്നില്ലേ, അതെങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നു എന്ന്. ഭൂമി പുറത്തു നോക്കുമ്പോൾ ഒരു ഉരുണ്ട രൂപത്തിലുള്ള ഒരു മുട്ടയുടെ ആകൃതിയിലുള്ള ഒരു ഗോളാണ്. പക്ഷെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഇത് പരന്നിങ്ങനെ കിടക്കാണ്, വിശാലമായ പരപ്പാണ്. അപ്പൊ എങ്ങനെയാണത് പരന്നത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് നമ്മളോട് ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിനോട്, ലോകത്തിനോട് ചോദിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് വളർന്ന ജിയോളജി എന്ന, ഭൂവിജ്ഞാനീയങ്ങൾ എന്ന ആ ഒരു ശാസ്ത്ര ശാഖയിലേക്ക്, മനുഷ്യ സമൂഹത്തിന്റെ പിന്നീട് വളർന്നു വന്ന ഈ ഒരു ശാസ്ത്രശാഖയിലേക്ക് നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അപ്പോ വിശുദ്ധ ഖുർആൻ 88-ാം അധ്യായം സൂറത്തു ഗാശിയ 20-ാമത്തെ ആയത്ത് ജിയോളജിയിലേക്കാണ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇനി നമ്മൾ നേരെ സൂറത്തു ബഖറയിലേക്ക്, അടുത്തൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ, സൂറത്തുൽ ബഖറയിലേക്ക്, 2-ാമത്തെ അധ്യായത്തിലേക്ക്, 2-ാമത്തെ സൂറത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശ ലോകങ്ങളുടെ സൃഷ്ടിപ്പിലും ഭൂമിയുടെ സൃഷ്ടിപ്പിലും, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാവും പകലും മാറി മാറി മറയുന്നതിലും, വൽ ഫുൽക്കില്ലദീ തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസു വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർള
بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون എന്ന ആയത്ത് അതിന്റെ പൂർണ്ണമായ അർത്ഥം വരുന്നത് ഇങ്ങനെയാണ്: നിശ്ചയമായും ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതിലും രാവും പകലും മാറി മാറി വ്യത്യാസപ്പെടുന്നതിലും മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന വസ്തുക്കളെയും കൊണ്ട് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും ആകാശത്തു നിന്ന് അള്ളാഹു വെള്ളത്തിറക്കുകയും എന്നിട്ട് അതുമൂലം ഭൂമിയുടെ നിർജീവതയ്ക്ക് ശേഷം അതിനെ സജീവമാക്കി എല്ലാതരം ജീവജാലങ്ങളെയും വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതിലും കാറ്റുകളുടെയും ആകാശത്തിനും ഭൂമിക്കുമിടയിൽ കീഴ്പ്പെടുത്തുന്ന മേഘത്തിന്റെയും നടത്തിപ്പിലും ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തമുണ്ട്. ഈ ഒരൊറ്റ ആയത്ത് 164-ാമത്തെ സൂറത്ത് ബഖറയിലെ ആയത്ത് മെട്രിയോളജിയിലേക്ക് അഥവാ അന്തരീക്ഷ വിജ്ഞാന ശാസ്ത്ര ശാഖയിലേക്ക് മനുഷ്യരാശിയുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മൾ ധാരാളം സമയം ഓതിപ്പോയൊരായത്താണ്, പക്ഷെ ഇങ്ങനത്തെ ഒരു ശാസ്ത്രശാഖയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പൊ ആ രൂപത്തിൽ ഖുർആന്റെ ഉള്ളറകളിലേക്ക്, ആഴങ്ങളിലേക്ക്, ഡീപ്പിലേക്ക്, ഓരോ ആയത്തിന്റെയും പല തലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ പല അത്ഭുതങ്ങളും നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു മെട്രിയോളജി എന്ന് പറയുന്നത് ഇന്ന് വലിയൊരു ശാസ്ത്രശാഖയായിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ട്. ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ എർത്ത്, അറ്റ്മോസ്ഫിയർ ആൻഡ് വെതർ എന്ന രൂപത്തിലേക്കൊക്കെ ഇന്നത്തെ ലോകത്ത് ഈ ഒരു ശാസ്ത്രശാഖ മാറിയിട്ടുണ്ട്. അപ്പം വിശുദ്ധ ഖുർആൻ ബഖറ ആ ഒരു ശാസ്ത്രശാഖയിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റൊരു ആയത്തിലേക്ക് വരുമ്പോൾ അത് ആയത്ത് വരുന്നത് വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 53-ാമത്തെ ആയത്താണ്. ഇതിൽ الذي جعل لكم الأرض مهدا وسلك لكم فيها سبلا وأنزل من السماء ماء فأخرجنا به أزواجا من نبات شتى എന്ന ഈ ആയത്ത് ഭൂമിയെ നിങ്ങൾക്ക് തൊട്ടിലാക്കി തരികയും അതിൽ നിങ്ങൾക്ക് പലവിധ വഴികൾ ഏർപ്പെടുത്തി തരികയും ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തരികയും ചെയ്തിട്ടുള്ളവൻ അത്ര അവൻ. എന്നിട്ട് അതിന്റെ ലാസ്റ്റ് ആ ഗ്രീൻ ലൈനെ നിങ്ങൾ ശ്രദ്ധിക്കാം. അതുമൂലം അള്ളാഹു വ്യത്യസ്തമായിട്ടുള്ള വിഭിന്നങ്ങളായിട്ടുള്ള സസ്യങ്ങളിൽ നിന്നുള്ള പല ഇനങ്ങൾ, ജാതികൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു എന്ന്. ഇപ്പൊ സസ്യലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ് പച്ചപ്പ്. നമ്മുടെ വീടിന് മുറ്റത്ത് ഗാർഡനൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ പല കാടും മരങ്ങളെയൊക്കെ നമ്മൾ കാണുന്നതാണ് പല സ്ഥലത്തും. പക്ഷെ ഈ ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹയിലെ 53-ാമത്തെ ആയത്ത് തുറന്നു വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത ക്ഷണിക്കുന്നത് ബോട്ടണി എന്ന് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മറ്റൊരു ശാസ്ത്രശാഖയായിട്ടുള്ള സസ്യശാസ്ത്രത്തിലേക്ക്, ബോട്ടണിയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു എന്നതാണ് അത്ഭുതം. ബോട്ടണി എന്ന് നമുക്കറിയാം, ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ഇൻക്ലൂഡിംഗ് ദെയർ സ്ട്രക്ചേഴ്സ്, പ്രോപ്പർട്ടീസ് ആൻഡ് ലൈഫ് പ്രോസസ് ഒക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ഈ ഒരു ബോട്ടണി എന്നുള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ സസ്യശാസ്ത്രത്തിലേക്ക്, അതെങ്ങനെയൊക്കെ ഉണ്ടാവുന്നു, അതിലെന്തൊക്കെ തരങ്ങളുണ്ട് എന്നൊക്കെ നമ്മളോട് പഠിക്കാനും ചിന്തിക്കാനും വേണ്ടി പറയാണ് ചെയ്യുന്നത്. അവസാനമായി നമ്മൾ മറ്റൊരു ആയത്തിലേക്ക് വരുമ്പോൾ സൂറത്തു ഇൻഫിത്വാർ 82-ാം അധ്യായം 82-ാമത്തെ ആയത്തിലെ സൂറത്ത് ഇൻഫിത്വാറിലേക്ക് നമ്മൾ വരുമ്പോൾ അത് വിശുദ്ധ ഖുർആനിലെ 7-8 ആയത്താണ്. അത് അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക എന്ന ഈ രണ്ടായത്ത്, നമ്മളെ സൃഷ്ടിച്ചുണ്ടാക്കി ശരിപ്പെടുത്തിയവൻ, പാകപ്പെടുത്തിയവൻ, അവൻ ഉദ്ദേശിച്ചതായ ഏതോ ഒരു രൂപത്തിൽ നിന്നെ അവൻ സംഘടിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നു. അപ്പം നമ്മുടെ മനുഷ്യ ബോഡിയുടെ, അല്ലെങ്കിൽ മനുഷ്യ സ്ട്രക്ചർ ഓഫ് ബോഡി, നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ നിർമ്മിതി, ആ ഒരു വിഷയം പറയുന്ന ഈ ആയത്ത് എന്തിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്? ഏത് ആധുനിക ശാസ്ത്രത്തിന്റെ മേഖലയിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം അനാട്ടമിയിലേക്കാണ്, അല്ലെങ്കിൽ മനുഷ്യ ശരീര ശാസ്ത്രത്തിലേക്കാണ്. നമ്മുടെ ഈ ആയത്ത് ഇൻഫിത്വാറിലെ 7-8 ആയത്ത് അനാട്ടമിയിലേക്കാണ്, മനുഷ്യ ശരീര ശാസ്ത്രത്തിലേക്കാണ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ പ്രതിപാദിച്ച ഏകദേശം 9ഓളം വിഷയങ്ങൾ, അത് വ്യത്യസ്തമായിട്ടുള്ള ആയത്തുകളിലൂടെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ. ആദ്യത്തെ ആയത്തിൽ നമ്മൾ സുവോളജിയെ പറ്റി പറഞ്ഞു, രണ്ടാമത്തെ ആയത്തിൽ നമ്മൾ ഓറോഗ്രഫി, പർവ്വതശാസ്ത്രത്തിനെ പറ്റി പറഞ്ഞു, മൂന്നാമത്തെ ആയത്തിൽ 51-ാം അധ്യായം സൂറത്ത് ദാരിയാത്തിലെ ആയത്തിൽ ആസ്ട്രോജിയോളജിയെ കുറിച്ച്, ചന്ദ്രാദി ഗോളങ്ങളെ കുറിച്ച് പറഞ്ഞു. നാലാമത്തെ ഒരു വിഷയം വന്നത് സൂറത്ത് നൂറിലെ 40-ാമത്തെ ആയത്താണ്. അത് സമുദ്രശാസ്ത്രത്തിലെ ഓഷ്യോനോഗ്രഫിയിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചു. സൂറത്ത് സുമർ 39-ാം അധ്യായം ആയത്ത് 5 എംബ്രിയോളജിയിലേക്ക്, ഭ്രൂണശാസ്ത്രത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചു. അത് കഴിഞ്ഞ് 88-ാം അധ്യായം സൂറത്ത് ഗാശിയിലെ 20-ാമത്തെ ആയത്ത് ജിയോളജിയിലേക്ക്, നമ്മുടെ ഭൂവിജ്ഞാനീയത്തിലേക്ക്, നമ്മുടെ അല്ലെങ്കിൽ പർവ്വത വിജ്ഞാനീയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചു.
സൂറത്ത് ബഖറയിലെ 164 ആയത്ത് മെട്രിയോളജിയിലേക്ക്, അന്തരീക്ഷ വിജ്ഞാന ശാസ്ത്രത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചു. അതേപോലെ 82 സൂറത്ത് ഇൻഫിത്താറിലെ 7-ാമത്തെയും 8-ാമത്തെ ആയത്ത് അനാട്ടമിയിലേക്ക്, മനുഷ്യ ശരീര ശാസ്ത്രത്തിലേക്ക് നമ്മുടെ എല്ലാവരോടും ശ്രദ്ധ ക്ഷണിച്ചു. അപ്പൊ ഇത്രയും നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഏകദേശം 9ഓളം വരുന്ന ആയത്തുകൾ, 6236 ആയത്തുകളിൽ വെറും 9 ആയത്തിൽ മാത്രം പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ഷെയർ ചെയ്തിട്ടുള്ളൂ, സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പല രൂപത്തിൽ, പല ഭാവത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ആ ആയത്തുകളുടെ ഉള്ളറകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ധാരാളം കാര്യങ്ങൾ നമുക്ക് എന്തുണ്ട്, പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയുണ്ട്. ജസ്റ്റ് ഇതെന്താണ്, ഒരു ഇൻട്രൊഡക്ഷൻ ടു ഖുർആൻ ആൻഡ് മോഡേൺ സയൻസ് ആണ്. ഖുർആന്റെയും മോഡേൺ സയൻസിന്റെയും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. നമുക്കിവിടെ സെഷൻ കൈകാര്യം ചെയ്യാൻ പല മേഖലയിലുള്ള ഈ ഈ വ്യത്യസ്തമായ മേഖലകളിൽ പിന്നെ പാണ്ഡിത്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് കാര്യങ്ങളൊക്കെ വരും. ഓരോ രൂപത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് 21 ദിവസത്തെ, അപ്പോൾ 20 ദിവസം കൊണ്ട് 20 വിഷയങ്ങൾ ഖുർആനിലെ നമ്മൾ എത്തിപ്പെടാത്ത, നമ്മൾ ഇതുവരെ ചില സമയത്ത് കേട്ടിട്ടില്ലാത്ത ആ തരത്തിലുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ചർച്ച ചെയ്യും. അപ്പോൾ ഈ ഒരു പുതിയൊരു വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ അവതീർണമായ ഈ ഒരു മാസത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നോമ്പിൽ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നത്, ആ രൂപത്തിലൊക്കെയുള്ള പഠനങ്ങൾ, സ്ലൈഡ്സ് കാണിച്ചുകൊണ്ട് തന്നെ, എവിഡൻസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇത് തീർച്ചയായും നമുക്ക് സ്വാലിഹായ ഒരു സൽക്കർമ്മം കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം, ഇത്രയും സമയം ഞങ്ങളെ കേട്ടിരുന്ന ഈ ഒരു മീറ്റിംഗിലേക്ക് എത്തിയ എല്ലാവർക്കും 1000 ഹൃദ്യമായ നന്ദി പറഞ്ഞുകൊണ്ട് ശുക്രൻ ജസീലൻ, ജസാക്കല്ലാഹു ഖൈറൻ. ഇതിന്റെ സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരും എന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.